ഹായ് ഫ്രണ്ട്സ്. ഇന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്നത്തെ വിഷയം നമ്മുടെ കണ്ണുകളെക്കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലെ വിലമതിക്കാനാവാത്ത ഒരവയവും ദൈവത്തിന്റെ സൃഷ്ടികളായ പ്രപഞ്ച സൃഷ്ടികളെയും കാണുവാനായി നമുക്ക് കിട്ടിയ ഒരനുഗ്രഹമാണ് നമ്മുടെ ഈ രണ്ടു കണ്ണുകൾ. എന്റെ പേര് ഷാഹുൽ ഹമീദ്. ഇന്ന് കണ്ണുകളിലുണ്ടാകുന്ന തിമിരം എന്ന രോഗത്തിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. യൂട്യൂബ് എന്ന ആശയമില്ലെങ്കിൽ പരസ്പരം അറിവുകൾ പങ്കുവയ്ക്കുക എന്നത് അസാധ്യമായിരിക്കും. യൂട്യൂബ് ഉടമസ്ഥരായ ഗൂഗിളിന് നന്ദി. ഒരു ലൈക്ക്. ഓക്കേ, നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ണുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലവിധ നേത്രരോഗങ്ങളും പിടിപെടും. അതിൽ നല്ലൊരു പങ്കും കാറ്ററാക്ട്, അതായത് തിമിരം എന്ന രോഗം മൂലമാണ്. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് തിമിരം എന്ന രോഗം വരുന്നത് എന്നും അതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും. ഈ രോഗം മൂലം നമ്മളനുഭവപ്പെടുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണിന്റെ ലെൻസ് പരുക്കനാകുന്നത് മൂലം ക്രമേണ കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം. കണ്ണിന്റെ ലെൻസ് ഭാഗികമായോ പൂർണ്ണമായോ സുതാര്യത നഷ്ടപ്പെടുന്നത് മൂലം പ്രകാശം കടന്നുപോകുന്നത് തടസ്സപ്പെടുന്നു. വാർദ്ധക്യസഹജമായാണ് കൂടുതലും ഈ രോഗമുണ്ടാകുന്നത്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ തിമിരവളർച്ച ത്വരിതപ്പെടുത്തും. ചികിത്സിച്ചില്ലെങ്കിൽ ക്രമേണ കാഴ്ചമങ്ങി പൂർണ്ണാന്ധതയിലേക്ക് നയിക്കുന്ന രോഗമാണ് തിമിരം. ലോകത്താകമാനമുള്ള അന്ധതയുടെ 50% കാരണം വാർദ്ധക്യസഹജമായ തിമിരമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ഇത് ഏതാണ്ട് 18 ദശലക്ഷത്തോളം മനുഷ്യർ ഈ രോഗം മൂലം കഷ്ടപ്പെടുന്നതായിട്ടാണ് സ്ഥിതി വിവരക്കണക്ക്. ഈ രോഗം ചികിത്സിച്ചു മാറ്റാവുന്നതാണ്. തിമിര ശസ്ത്രക്രിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗം മൂലം നമ്മളനുഭവപ്പെടുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാത്രിയിൽ വെളിച്ചം കാണുവാനുള്ള ബുദ്ധിമുട്ട്. രാത്രി വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഇത്തരം അസ്വസ്ഥതകൾ കണ്ണിനുണ്ടോ? കണ്ണട മാറ്റിയിട്ടും കണ്ണിന്റെ മങ്ങൽ വീണ്ടും വരുന്നുണ്ടോ? രോഗം തിമിരമാകാം. ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. കണ്ണിന്റെ ഉള്ളിൽ കാണുന്ന സ്ഫടികതുല്യമായ നേർത്ത ലെൻസിനുണ്ടാകുന്ന മങ്ങലാണ് തിമിരം. കണ്ണിലെ ലെൻസാണ് വെളിച്ചത്തെയും വസ്തുക്കളുടെ പ്രതിബിംബങ്ങളെയും കണ്ണിന്റെ പുറകുവശത്തുള്ള ഞരമ്പുകളിലേക്ക് പതിപ്പിക്കുന്നത്. ഞരമ്പുകളിൽ നിന്നും പ്രകാശ തരംഗങ്ങളായി തലച്ചോറിലേക്ക് ഈ പ്രതിബിംബങ്ങൾ പോകുന്നു. അതുകൊണ്ടു ലെൻസിനുണ്ടാവുന്ന ചെറിയ മങ്ങലുകൾ പോലും കാഴ്ചയെ പലവിധത്തിൽ ബാധിക്കാം. തിമിരം ചെറുതാണെങ്കിൽ കണ്ണിലെ ലെൻസിന്റെ ചെറിയൊരു ഭാഗത്തിനു മാത്രമേ മങ്ങലേൽക്കുകയുള്ളൂ. പക്ഷേ തിമിരം പതിയെ പതിയെ വളരുന്നതനുസരിച്ചു കാഴ്ചയും മോശമായി തുടങ്ങും. ലെൻസിലെ മങ്ങൽ കൂടുന്നതോടെ തിമിരം വലുതാവുകയും കാഴ്ച തകരാറിലാവുകയും ചെയ്യും. ആയതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. തുടക്കത്തിലാവുമ്പോൾ പെട്ടെന്ന് ചികിത്സിച്ചു ഭേദമാക്കാം. ഷുഗർ, പ്രമേഹം മുതലായ രോഗങ്ങൾ നിയന്ത്രിച്ചവർക്കു ഒറ്റ ദിവസത്തെ ശസ്ത്രക്രിയ കൊണ്ട് തിമിരം പൂർണ്ണമായും മാറ്റാവുന്നതാണ്. ഹൃദ്രോഗ ചികിത്സ തേടുന്നവർ, ഷുഗർ, ബി.പി അസുഖങ്ങൾ ഉള്ളവർ നിങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുക. ഒരു ഉറുമ്പു കടിക്കുന്ന ലാഘവത്തിൽ ശസ്ത്രക്രിയ ചെയ്തു നടന്നു വീട്ടിലേക്ക് പോകാം. അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആശുപത്രി വിടാനാകും എന്ന്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ കണ്ണിലെ കവചപടലത്തിനുള്ളിലെ കട്ടിപിടിച്ച ലെൻസ് പൊടിച്ചു വലിച്ചെടുത്തിട്ടു പ്ലാസ്റ്റിക് ലെൻസ് ചുരുട്ടി ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഈ ആധുനിക ചികിത്സയെ ഫാക്കോ സർജറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1967 ഒരു അമേരിക്കൻ നേത്രരോഗവിദഗ്ധനായ ചാൾസ് കെൽമാൻ പരമ്പരാഗത എക്സ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന ശസ്ത്രക്രിയകൾ പിന്നീട് വിപ്ലവകരമായ ഫാക്കോമൽസിഫിക്കേഷൻ എന്ന പ്രക്രിയയിലൂടെ ലെൻസിന്റെ മുഴുവൻ ന്യൂക്ലിയസും ഒരു ചെറിയ 10 മില്ലിമീറ്റർ മുറിവിലൂടെ കണ്ണിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുവാൻ തുടങ്ങിയതോടുകൂടി നേത്രരോഗ ചികിത്സയിൽ ഒരു വഴിത്തിരിവാകുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പ്രമേഹം, അമിതരക്തസമ്മർദ്ദം തുടങ്ങിയ രോഗമുള്ളവർ ഇവ കൃത്യമായി നിയന്ത്രിച്ച ശേഷമേ ശസ്ത്രക്രിയ നടത്താവൂ. ഹൃദ്രോഗികളായവർ രോഗത്തിന് കഴിക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ ശസ്ത്രക്രിയയ്ക്ക് ഒരാഴ്ച മുമ്പേ നിർത്തിവെക്കേണ്ടിവരും. ഇക്കാര്യം ചികിത്സിക്കുന്ന ഡോക്ടറുമായി ചേർന്നു സംസാരിച്ച് തീരുമാനിക്കണം. ചുമ, കഫക്കെട്ട് തുടങ്ങിയ മറ്റു രോഗങ്ങളോ അണുബാധയോ ഉള്ളവരും ശസ്ത്രക്രിയയ്ക്ക് മുമ്പേ ഇവയെല്ലാം ചികിത്സിച്ചു ഭേദമാക്കേണ്ടതുണ്ട്. കണ്ണു കെട്ടിവയ്ക്കണോ?
പുതിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കു വലിയ നിർബന്ധമില്ല. ചിലർ ശസ്ത്രക്രിയയ്ക്കു ശേഷം കണ്ണുകെട്ടി വയ്ക്കാറില്ല. ചിലർ ഒരു ദിവസത്തേക്കു കണ്ണുകെട്ടിവയ്ക്കും. കണ്ണിന് അണുബാധയുണ്ടാകാതിരിക്കാനാണ് ഈ മുൻകരുതലുകളെല്ലാം. ശസ്ത്രക്രിയയ്ക്കു ശേഷം ഒരാഴ്ചയെങ്കിലും വെയിലോ പൊടിയോ അടിക്കാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാഴ്ചശക്തി തിരികെ വരുന്നതിന് സാധാരണഗതിയിൽ 6 ആഴ്ചയോളമെടുക്കും. സാധാരണ കുറച്ചു ദിവസത്തേക്ക് കണ്ണിൽ നിന്നും കണ്ണുനീരു കൂടുതലായി വരികയും ചെറിയ തോതിൽ കരുകരുപ്പും ചുവപ്പും ഉണ്ടായെന്നുവരും. അതിൽ പേടിക്കേണ്ടതില്ല. ചിലരിൽ ഈ അസ്വസ്ഥതകൾ പെട്ടെന്നു മാറും. ചിലരിൽ 2-3 ആഴ്ച നീണ്ടു നിൽക്കാം. ശസ്ത്രക്രിയയ്ക്കു ശേഷം ഉടനെ കാഴ്ച കുറയുകയോ കണ്ണിനു വേദന അനുഭവപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കണം. വീണ്ടും ആശുപത്രിയിൽ വരാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ള നാൾ വരെ ഡോക്ടർ തരുന്ന മരുന്നുകൾ കൃത്യസമയത്ത് ഉപയോഗിക്കണം. അലർജിയും അണുബാധയും വരാതിരിക്കാനുള്ള മരുന്നുകളാണ് അവ. കൈകൾ നന്നായി കഴുകിയിട്ട് വേണം കണ്ണിൽ മരുന്ന് ഒഴിക്കുവാൻ. കണ്ണിൽ മരുന്നൊഴിക്കുമ്പോൾ കുപ്പിയോ അടപ്പോ കണ്ണിൽ മുട്ടരുത്. ശസ്ത്രക്രിയയുടെ പിറ്റേന്നു മുതൽ ദേഹം മാത്രം നനച്ചു കുളിക്കാം. സോപ്പും വെള്ളവും കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണമെന്നു മാത്രം. ഒരാഴ്ച കഴിഞ്ഞാൽ തലയും നനച്ചു കുളിക്കാം. ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു ദിവസങ്ങൾക്കകം ഡ്രൈവ് ചെയ്യാവുന്നതാണ്. എങ്കിലും നമ്മുടെ നാട്ടിലെ മലിനീകരണം വച്ചു നോക്കുമ്പോൾ ഡ്രൈവ് ചെയ്ത് പുറത്തു പോകുമ്പോഴും മറ്റും പുകയും പൊടിയും വെയിലും കൊണ്ട് കണ്ണിന് അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും 6-7 ദിവസം കഴിഞ്ഞു മാത്രം ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ പുകയും പൊടിയുമേൽക്കാതെ സൺഗ്ലാസ് ധരിക്കണം. കുനിഞ്ഞു ഭാരം എടുക്കരുത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 10 ദിവസത്തേക്കു കുനിഞ്ഞ് ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുന്നത് ഒഴിവാക്കണം. നമ്മൾ കുനിഞ്ഞു വല്ല പ്രവൃത്തിയിലേർപ്പെടുമ്പോൾ കണ്ണിന് പരിക്കേൽക്കാനും കണ്ണിലെ ധമനികളിൽ രക്തമർദ്ദം അനുഭവപ്പെടുകയും തന്മൂലം വേദന അനുഭവിക്കേണ്ടിവരികയും ചെയ്യും. ആയതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കി വിശ്രമിക്കുക. വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ടിവി, മൊബൈൽ ഫോൺ എന്നിവ നോക്കാതെ റിലാക്സ് ആയി ഏതാനും ദിവസം നമ്മുടെ കണ്ണിനുവേണ്ടി, നമ്മുടെ ഒരു നല്ല നാളേക്ക് വേണ്ടി വിശ്രമിക്കുക. ഓക്കേ കൂട്ടുകാരെ, കണ്ണിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം. സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു എന്റെ നന്ദി, നമസ്കാരം.